CPI ഉൾപ്പെടെയുള്ള മറ്റിടതു പാർട്ടികൾ വിലയിരുത്തുന്നത് പോലെ നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരല്ലെന്ന് CPIM കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന ഘടകങ്ങൾക്ക് അയച്ച രഹസ്യരേഖയിലാണ് വിലയിരുത്തൽ. BJP സർക്കാർ നവ ഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്നു എന്നാണ് കരട് പ്രമേയത്തിൽ വിലയിരുത്തിയ ശേഷം ഈ നിലപാട് മാറ്റമെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. എന്നാൽ RSS നയിക്കുന്ന മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ തന്നെയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. ഫാസിസം, നിയോ ഫാസിസവും നിയോ ഫാസിസ്റ്റ് പ്രവണതകളും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് CPIM കേന്ദ്ര കമ്മിറ്റി മോദി സർക്കാരിനെ കുറിച്ചുള്ള നിലപാട് വ്യക്തമാക്കുന്നത്. നവ ഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടമാക്കുന്നതാണ് BJPക്കും RSSനും കീഴിലുള്ള ഹിന്ദുത്വ കോർപ്പറേറ്റ് ഭരണമെന്നാണ് നാം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മോദി സർക്കാരിനെ നാം ഫാസിസ്റ്റെന്നോ നവ ഫാസിസ്റ്റെന്നോ പറയുന്നില്ല. ഇന്ത്യ രാജ്യത്തെ നവ ഫാസിസ്റ്റ് രാജ്യമെന്നും നാം പറയുന്നില്ല. 10 കൊല്ലത്തെ തുടർച്ചയായ BJP ഭരണത്തിലൂടെ രാഷ്ട്രീയാധികാരം BJPയുടെയും RSSന്റെയും കൈകളിലേക്ക് കേന്ദ്രീകരിക്കുകയും അത് നവ ഫാസിസ്റ്റ് പ്രവണതകളുടെ പ്രകടനത്തിലേക്ക് എത്തി എന്നാണ് നാം ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ അതൊരു നവ ഫാസിസ്റ്റ് സർക്കാരായോ രാഷ്ട്രീയ സംവിധാനമായോ വികസിച്ചിട്ടില്ല. നവ ഫാസിസത്തിന്റെ ദിശയിലേക്ക് നീങ്ങുന്ന ഹിന്ദുത്വ കോർപ്പറേറ്റ് സർക്കാരിനെ കുറിച്ചാണ് കരട് രാഷ്ട്രീയ പ്രമേയം സംസാരിക്കുന്നതെന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ വിശദീകരണക്കുറിപ്പിൽ പറയുന്നത്. മോദി സർക്കാരിനെ ഫാസിസ്റ്റ് എന്നോ നവ ഫാസിസ്റ്റ് എന്നോ വിലയിരുത്താൻ CPIM ഒരുക്കമല്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ RSS നയിക്കുന്ന മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ തന്നെയെന്ന് CPIMന് നിലപാട് തിരുത്തേണ്ടി വരും. മുൻ നിലപാടിൽ നിന്ന് CPIM മാറിയത് എന്തുകൊണ്ടെന്ന് അവരോട് തന്നെ ചോദിക്കണമെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. RSS പൂർണ്ണമായും ഫാസിസ്റ്റാണ്. ആ ഫാസിസ്റ്റ് RSSന്റെ വഴിയെ നയിക്കപ്പെടുന്ന ഒരു ഗവൺമെൻറ്റാണ് മോദി ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിനെ ഞങ്ങൾ ഫാസിസ്റ്റായി കാണുന്നു. CPIMനും അത് തിരുത്തേണ്ടി വരും. CPIML തുടങ്ങിയ ഇടത് പാർട്ടികളുടെ സമീപനത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് CPIM നിലപാട്. മോദി സർക്കാർ ഫാസിസ്റ്റാണോ അല്ലയോ എന്നതിൽ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും മുൻപ് തന്നെ വിരുദ്ധ ധ്രുവങ്ങളിലായിരുന്നു. കരട് രാഷ്ട്രീയ പ്രമേയം പരസ്യപ്പെടുത്തിയ ശേഷം മോദി സർക്കാരിനെ നവ ഫാസിസ്റ്റായി കാണുന്നില്ലെന്ന് വിശദീകരിച്ചുള്ള രേഖ രഹസ്യമായി അയച്ചത് പ്രകാശ് കാരാട്ടിന്റെ രാഷ്ട്രീയ ലൈനിന്റെ സ്പഷ്ടീകരണമായി കണക്കാക്കാം. കരട് രാഷ്ട്രീയ പ്രമേയം പരസ്യപ്പെടുത്തിയ ശേഷം പിന്നീടൊരു രഹസ്യക്കുറിപ്പ് CPIMൽ പതിവുള്ളതല്ല. 24 തിരുവനന്തപുരം.